ഓടണം. ദൈവരാജ്യം എന്താണെന്ന് അവർ തിരിച്ചറിയണം. എല്ലാവർക്കും അതത് സ്ഥാനങ്ങളിലിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എൻകൗണ്ടർ ആണെന്നാണ് നമ്മുടെ മീറ്റിങ്ങിൻ്റെ പേര്. ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട റീസ് പാസ്റ്റ് അതിനകത്തുണ്ട്. ഒത്തിരി കാലം കൂടെ കേട്ടത്. ആ വെള്ളത്താടി ആ ചിരിയൊക്കെ കിടക്കും. ഏതൊരു സന്തോഷം. പഴയ സ്നേഹബന്ധങ്ങൾ, എല്ലാ മുഖവും പരിചയമുള്ള മുഖങ്ങളാണ്. ആമേൻ. ഈ സ്നേഹം എന്ന് പറയുന്നത് എന്തൊരു പവറാണറിയോ. ഹല്ലേലൂയ. അപ്പോൾ എൻകൗണ്ടർ, ഒരു കൂടിക്കാഴ്ച, ദൈവമായിട്ടൊരു കൂടിക്കാഴ്ച, അതാണ് നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ടൈറ്റിൽ തന്നെ. അതിനകത്ത് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ്, അതിനകത്ത് സൗഖ്യവും വിടുതലും. വിടുതൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സൗഖ്യമാക്കാതെ നമ്മളെ രോഗിയാക്കി വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചെടുക്കുക. ആമേൻ, ആമേൻ. വിട്ടുകൊടുക്കത്തില്ല. ആമേൻ, ആമേൻ. പാമ്പിനെയും തെളിനെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരാം. ഏതൻ പ്രതീക്ഷയിൽ നഷ്ടപ്പെട്ടു പോയ അധികാരം മടക്കി തരാൻ വേണ്ടി കാൽവറി കുലമരത്തിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന് വില കൊടുത്ത് മേടിച്ചതാണ്. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആമേൻ. നിങ്ങൾ വിചാരിക്കുക അല്ലാണ്ടിക്ക് എന്നാ കുഴപ്പം. ഇപ്പം രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് ബാഗൊക്കെ വെച്ച് ഇവിടെ വന്നിരുന്നപ്പോൾ ബാഗിലേക്കായി. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ ദോഷങ്ങളാക്കി രക്ഷിക്കത്തില്ല. നിനക്ക് ആകെ തൊടാവുന്ന ഈ തീട്ടസഞ്ചയിലേ ഉള്ളൂ, വേറെ ഒന്നും തൊടാനൊക്കത്തില്ലല്ലോ. അവൻ്റെ സ്റ്റാൻഡേർഡ് അതേ ഉള്ളൂ. അമ്മേൻ, സ്തോത്രം. അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് നമ്മൾ വരുമ്പോഴേക്കില്ല. അടുത്ത 22 മാർച്ച് 22 ഇതുപോലെ തന്നെ ഇവിടെ മീറ്റിംഗ് ഉണ്ട്. ആമേൻ. ശരി, ഒന്ന് ചിരിച്ച്. സ്തോത്രം. അപ്പോൾ ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ഫേവറാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള ഒരു കൃപയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെപ്പോഴാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല, എവിടെ വെച്ചാണെന്ന് അറിയത്തില്ല. അതാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് കണിയൻ്റെ അടുത്ത് പോയാലും ഒരു കുറിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഏത് വലിയ പ്രവാചകൻ്റെ അടുത്ത് വെച്ച് പോയാലും നിന്നെ ഇന്നടത്ത് വെച്ച് ഇന്ന പോലെ ചെയ്യുന്ന പറയാൻ ഓരോരുത്തർക്കും പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ മാത്രമാണ്. ദ സോവറിൻ ഗ്രേസിനകത്ത് വരുന്നതാണ് ഈ സൂപ്പർ നാച്ചുറൽ ആ ഫേവർ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ആ കൂടിക്കാഴ്ചകൾ എപ്പോഴും എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഞാൻ ഇന്ന് രാവിലെ ചുമ്പാതിനെ കുറിച്ച് ഓർത്ത് ഇവരൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു, സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് കർത്താവ് സക്കായിയെ കൊണ്ടുവന്നു. സക്കായി എന്ന് പറയുന്നത് നോക്കി ചുങ്കക്കാരനാണ്, ഭാവിയാണ്, അതായത് അതെല്ലാം പറഞ്ഞിട്ട് ആർക്കും വേണ്ടാത്തവന്. അപ്പം എല്ലാവരും യേശു പോകുന്നിടത്ത് കാണാൻ ചെന്നപ്പോൾ അവന് നീളക്കുറവാണ്. പക്ഷെ അവൻ യേശുവിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ, വേറൊരു കാര്യമില്ല. അവൻ ഓടി ചെന്നൊരു കടത്തിൽ കയറി ഇരിക്കുന്ന എന്തിനാ യേശുവിനെ കാണണം. രാവിലെ ഓടി വന്നല്ലേ. അപ്പോൾ ഓടി കാട്ടത്തെ കയറിയിരിക്കണം. പക്ഷെ യേശു നടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷ്മ കാട്ടത്തിയുടെ ചോദ്യം വരുമ്പോൾ ഓണോട്ട് നോക്കി നീ എവിടെ പോയിരുന്നാലും അവനെ കാണാൻ, എവിടെ പോയിരുന്നാലും. അമ്മേ, അവിടെ നിന്നിട്ട് മാത്രമല്ല, ചുങ്കക്കാരൻ എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ പാപിയായിട്ട് യഹൂദന്മാർ വെച്ചേക്കുന്നിടത്ത് യേശു പറയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ. അടുത്തെന്തോ ഞാൻ ഇന്ന്. അമ്മേ, ഓരോ എൻകൗണ്ടറും നമുക്ക് തരുന്നത് ഇങ്ങനെയുള്ള സൗഭാഗ്യമാണ്. ഹല്ലേലൂയ.